കിട്ടു കിട്ടു നാ ഫ്രണ്ട്സ്, ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ മറ്റു വീഡിയോക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് പത്തലാണ്. നമ്മുടെ സ്വന്തം ടൂണ ഉപയോഗിച്ചുള്ള ഫിഷ് പത്തൽ. നോക്കിയാലോ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത്. വാ ഫ്രണ്ട്സ്, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത് നമ്മൾ ഈ കുടുതര ഈ ഒരു പകുതി പോർഷൻ നമുക്ക് വേണ്ടുള്ളൂ. ഇതിപ്പോൾ ഒരു 1/2 കിലോൻ്റെ ഒരു കുടുതയാണ്. ഇതിൻ്റെ ഒരു പകുതി ഭാഗം മുള്ളില്ലാതെ നമുക്കൊന്ന് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ആ ഫില്ലറ്റ് പോലെ എടുത്തിട്ടുണ്ട് നമ്മൾ ആ ടൂണിൻ്റെ കഷ്ണം. ഇനി ഇതിൽ ഇടയിലൊക്കെ മുള്ളുണ്ടാവും. ഇതൊക്കെ ഒന്ന് നമുക്ക് കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതിൻ്റെ സ്കിന്ന് നമ്മൾ കളഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ സ്കിന്നൊക്കെ കളഞ്ഞ് ഇതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞിട്ട് നമ്മളിതാ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് സുറുക്കയും ഉപ്പിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മീനിൻ്റെ വേസ്റ്റ്. ഇത് നമുക്ക് നമ്മുടെ മിട്ടൂന് എടുക്കാം. കിട്ടു കിട്ടു നാ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ മഞ്ഞപ്പൊടി ഉപ്പിട്ടുള്ള വെള്ളം നല്ല തിളച്ച് നിൽക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് അതിനകത്ത് കഴുകിയിട്ടുള്ള ടൂണ ചേർത്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് വേഗണ വരെ ഒന്ന് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മീൻ വെന്തിട്ടുണ്ട്. നമുക്ക് ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. മീൻ പുഴുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മസാല വേണം. അതിനെന്തൊക്കെ വേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ 2 മീഡിയം വലുപ്പത്തിലുള്ള വെല്ലുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, പിന്നെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ ഇഞ്ചി ചെറുതായി അരിഞ്ഞിട്ടുള്ളത്. പിന്നെ വേണ്ട പൊടികൾ എന്തൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത് നമ്മുടെ ഫിഷ് മസാലയാണ്. പിന്നെ ഇത് പെരിഞ്ചീരകം, പിന്നെ ആവശ്യത്തിലുള്ള ഉപ്പും. ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചിട്ടുണ്ട്. ഏകദേശം എണ്ണ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക ഫസ്റ്റ് തന്നെ. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി, അതുപോലെ തന്നെ നമ്മുടെ ഇഞ്ചി, ഇതൊന്ന് മൂക്കണ വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതാക്കി അരിഞ്ഞിട്ടുള്ള വെല്ലുവിളി ചേർത്ത് കൊടുക്കാം. അതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് പെട്ടെന്ന് വഴറ്റിയെടുക്കാം. ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കിനി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഉള്ളി നല്ലതുപോലെ വാടി വന്നിട്ട് അതിലേക്ക് നമുക്ക് 1 ടീസ്പൂണോളം മുളക് പൊടി, ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി, അതുപോലെ തന്നെ നമ്മുടെ ഫിഷ് മസാല 1 ടീസ്പൂണ്, ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ നമ്മുടെ പച്ചമുളകും ഇത് ചേർത്ത് നമുക്ക് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളെല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം, ശർക്കരം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി വെച്ചിട്ടുള്ള മീനൊന്ന് പൊടിച്ചിട്ടുണ്ട് കൈ കൊണ്ട്. അത് ഇതിലൊന്ന് ആഡ് ചെയ്തെടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വേപ്പില ചേർത്തിട്ട് ഒന്ന് അടക്കിയിട്ട് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുണ്ടാക്കാനുള്ള പത്തിരിക്കുള്ള മാവ് കുഴക്കണം. അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഇനി വാട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്ര 2
ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ട് അതിന് പാചകം ഉപ്പിട്ട് തിളപ്പിച്ചിട്ട് അതിലേക്ക് ഇത് ആഡ് ചെയ്യാണ് ചെയ്യണത്. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വെള്ളം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പത്തിരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ തീ ഒന്ന് കുറച്ചിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ പൊടി റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറുമ്പോൾ ഒന്ന് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. നമുക്ക് നമ്മുടെ മാവ് ഒന്ന് ചൂടൊന്ന് വിട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിത് കുഴക്കാൻ മുന്നേ നമ്മൾ കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് വേണം ഒന്ന് കുഴച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കൈ ഒന്ന് നനച്ച് കൊടുക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മാവൊക്കെ നല്ലതുപോലെ കുഴച്ച് സെറ്റായിട്ട് ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഞാനിത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നമുക്കിത് ചപ്പാത്തി പ്രസ്സറിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തി പ്രസ്സറിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തെടുക്കുക വേണ്ടുള്ളൂ. ഏകദേശം അതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഉള്ളിൽ നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മസാല ഇതിലൊന്ന് സെൻറ്റർ ഭാഗത്തുനിന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലത്തെ ഒരു പത്തിരി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് കൈ കൊണ്ടൊന്ന് ജോയിൻറ്റ് ചെയ്യാം. ഫ്രണ്ട്സ്, നമ്മുടെ മസാല ഉള്ളിൽ വെച്ചിട്ടൊന്ന് 4 പുറമൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ഭാഗം ഇങ്ങനെ മടക്കിയെടുക്കാം. ജസ്റ്റ് കയ്യിലൊന്ന് വെള്ളം നനച്ചിട്ടൊന്ന് ഇങ്ങനെ മടക്കിയെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ 4 പുറമൊന്ന് ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചട്ടിയിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതിങ്ങനെ പതുക്കെ ഇട്ട് കൊടുക്കാം. ഇത് 2 എണ്ണത്തിൽ കൂടുതൽ ഇടാൻ പറ്റില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചട്ടി ചെറുതായ കാരണം 2 എണ്ണം ഇട്ടാണ്. വലിയ ചട്ടി പരന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് എത്ര വേണമെങ്കിലും അതിനനുസരിച്ച് ഇടാം. ഫ്രണ്ട്സ്, നമ്മളിത് അടി വേഗനനുസരിച്ച് ഒന്ന് ഇങ്ങനെ മറച്ചിട്ട് നമ്മൾ വേവിക്കണം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഫിഷ് പത്തൽ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റിയിട്ട് വേറെ പാത്രത്തിലേക്ക് ഇടാം. നമുക്ക് ബാക്കിയുള്ളത് കൂടി അതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. ഫ്രണ്ട്സ്, നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാം. നമ്മുടെ പൂവട ഒക്കെ ഉണ്ടല്ലോ, അതുപോലെ നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കാം. സെൻറ്റർ ഇങ്ങനെ മടക്കിയിട്ട് നമ്മുടെ പൂവടൊക്കെ അല്ലേ, അതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇന്ന ഷേപ്പ് വേണമെന്നില്ല, ഏത് ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഫ്രണ്ട്സ്, നമ്മൾ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് പൊരിക്കുന്നത് നമ്മൾ പൂവട ഷേപ്പിലുള്ളതാണ്. ഇതാകുമ്പോൾ നമുക്ക് കൂടുതൽ ചട്ടിയിട്ട് പൊരിക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഫിഷ് പത്തൽ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ നേരത്തെ പരത്തിയിട്ടുണ്ടാക്കിയത് നമ്മുടെ മറ്റേ പൂവട ആകൃതിയിൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതുപോലെ തന്നെ തിന്നാനും രസമുണ്ട്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.